ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ 4-ാം അധ്യായത്തിലെ 1-ാം വചനമാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നുള്ളതിൽ സാത്താന്റെ പ്രവർത്തികളെയും സാത്താന്റെ തന്ത്രങ്ങളെയും സാത്താന്റെ രൂപങ്ങളെയും സാത്താൻ എന്നുള്ള ആ സംവിധാനം എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ തിരുവെടുത്ത് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. വാസ്തവത്തിൽ ഇതിന്റെ പ്രത്യക്ഷമായ 2 വാക്യങ്ങളാണ് നമുക്ക് പഴയ നിയമത്തിൽ നൽകുവാൻ ഇടയാക്കുന്നത്. ഒന്ന് യെശയ്യാവിന്റെ 4-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വചനങ്ങളും, അതുപോലെ തന്നെ നമുക്കറിയാം യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായം 12 മുതൽ 17 വരെ വചനങ്ങൾ. ഈ 2 വചനങ്ങളാണ് വാസ്തവത്തിൽ സാത്താന്റെ ആരംഭവും അതിന്റെ പ്രവൃത്തികളെ കുറിച്ചും വ്യക്തമാക്കി തരുന്നത്. അരുണോദയ പുത്രനായ ശുക്ര, അല്ലെങ്കിൽ പകൽ നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? നീ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എന്റെ സിംഹാസനം സ്ഥാപിക്കും, ഞാൻ അത്യുന്നതനോട് സമനാകും. നോക്കണേ, അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നിഗളമെന്ന ഒരു ആത്മാവിനാൽ സമ്പൂർണമായ ഒരു ദൂതനെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. ഓക്കെ, നമ്മൾ വായിക്കുമ്പോൾ യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോഴും അവിടെ സോർ രാജാവിനെ കുറിച്ചുള്ള 2 ഇരട്ട പ്രവചനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ സാത്താന്റെ പ്രവർത്തനത്തെ കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. സാത്താന്റെ യഥാർത്ഥ അവസ്ഥയും അതിന്റെ പതനത്തെ കുറിച്ചൊക്കെ വ്യക്തമായി നൽകുന്നുണ്ട്. അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ അവിടുത്തെ എഴുതിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഈ പൂർണ്ണതയുടെ മുദ്രയും ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ. അവിടെ ഒരു പദം ശ്രദ്ധിച്ചോ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ത്? ഈ സാത്താൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികൾ കേവലം മനുഷ്യന്മാർ മാത്രമല്ല, ദൈവത്തിന്റെ സൃഷ്ടികൾ സ്വർഗീയ ദൂതന്മാർ മാത്രമല്ല, പിശാചിന്റെ ദൂതന്മാരും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ളത് ഈ വചനം ശക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ സാത്താനെ കുറിച്ച് ഇവിടെ വ്യക്തമായി പറയുന്ന ആ പദം വളരെ ശ്രദ്ധേയമാണ്. സാത്താൻ എന്ന് പറയുന്നത് ലൂസിഫർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ലൂസിഫർ എന്ന അറിയപ്പെടുന്ന ഈ ദൂതൻ, ഇത് കെരൂബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനും സുന്ദര സുമുഖനുമായ ഒരു ദൂതനായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ വ്യക്തമാക്കി തരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇത് കേവലം ഒരൊറ്റ വ്യക്തിയാണെങ്കിലും ഈ വ്യക്തിത്വത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് സേനകളുടെ ഒരു ഗണം ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ലൂസിഫർ എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു സേന ഇവിടെ അണിനിരക്കുന്നതായി കാണാൻ കഴിയും. ഇത് തിരുവെഴുത്തിന്റെ നടുവിൽ പറയുന്നത് ഇങ്ങനെയാണ്, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു എന്നൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആകാശത്താണ് സ്ഥിതി ചെയ്യുന്നത് വ്യക്തമാക്കി. അവിടെ നിന്നാണ് ഇത് താഴേക്ക് വീഴുന്നെന്നുള്ളതും ഇവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. എന്നിട്ട് തിരുവെഴുത്ത് പറയുന്നു, നീ ഇത് ഹൃദയത്തിൽ പറഞ്ഞു. എന്താണ് ഹൃദയത്തിൽ പറഞ്ഞ്? ഞാൻ സ്വർഗത്തിലേക്ക് കയറും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആകാശമണ്ഡലത്തിൽ വിരാജിക്കുന്ന ഈ സൈത്താൻ അല്ലെങ്കിൽ ലൂസിഫർ ഈ വ്യക്തി സ്വർഗത്തിൽ 3-ാം സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആത്യന്തികമായ വാഞ്ചയോടിരിക്കുന്നു. അപ്പോൾ 3-ാം സ്വർഗത്തിന്റെ പ്രഥമ സ്ഥലത്തും ആകാശത്തും നിലനിൽക്കുന്ന ഈ ലൂസിഫർ എന്ന ശക്തിയുടെ ഹൃദയം എന്തുകൊണ്ട് സൈത്താൻ എന്ന പരിവേഷം ധരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നാണ് പറയുന്നത്. ആര്? ലൂസിഫർ എന്ന് പറയുന്ന ഈ ദൂതൻ, ഈ കെരൂബ് ഇവിടെ വ്യക്തമായി അവകാശപ്പെടുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ലൂസിഫറും അവന്റെ സേനയും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത് ഇവിടെ വ്യക്തവും സ്പഷ്ടവുമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കും. നമ്മൾ അതുകൂടെ ചേർത്ത് പഠിച്ചാത്ത യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 12 മുതൽ 17 വരെ അവിടെ എന്താണ് പറയുന്നത് അറിയാമോ? നീ പൂർണ്ണതയുടെ മുദ്രയും ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനുമാണ്. നിന്നിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നിന്റെ വഴികളിൽ കുറ്റമറ്റവനായിരുന്നു. അപ്പോൾ നീതികേട് എന്ന് അവനിൽ ആരംഭിക്കുന്നുവോ അന്നുവരെ വചനം പറയുന്നു അവൻ കുറ്റമറ്റവനാണ്, അവൻ പൂർണ്ണനാണ്, അവൻ സമ്പൂർണനായവനാണ്, ജ്ഞാനത്തിൽ നിറവുടമാണ്, സൗന്ദര്യത്തിൽ അവൻ ശ്രേഷ്ഠനാണ്, അഗ്രഗണ്യനാണ്.
പക്ഷെ എന്തുകൊണ്ട് ഇവന്റെ ഹൃദയത്തിനകത്ത് അഹങ്കാരം അല്ലെങ്കിൽ നിഗളമെന്ന ആ അനുഭവത്തിലേക്ക് മാറി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അഹങ്കാരം സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധമല്ലേ? അവിടെ എങ്ങനെയാണ് ഈ അഹങ്കാരം എന്നുള്ള ആ അനുഭവം കടന്നു വന്നത്? ഇതൊരു വലിയ നിഗൂഢതയാണ്. നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സത്യമുണ്ട്. ഏതൊരു സൃഷ്ടിപ്പിന്റെ നടുവിലും പാപത്തിന്റെ വേരുകൾ ഉണ്ട് എന്നുള്ളതാണ്. മാലാഖമാർ എന്ന് പറയുന്ന ഘടകം ദൂതന്മാരെന്ന് സംബോധന ചെയ്യുമ്പോൾ അവർക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടെന്നുള്ളത് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. അതായത് മനുഷ്യരെ പോലെ മാലാഖമാരും എന്താണ്? സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ലൂസിഫർ ഒരു റോബോട്ട് ആയിരുന്നില്ല. അവന് സ്നേഹിക്കാനും അനുസരിക്കാനും അല്ലെങ്കിൽ മത്സരിക്കാനും ഒക്കെ തിരഞ്ഞെടുക്കാം. കാരണം അവൻ സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ളവനാണ്. സ്വതന്ത്ര ഇച്ഛാശക്തി ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവൻ അർത്ഥശൂന്യമായി മാറുകയാണ്. സ്നേഹവും അനുസരണവും ഒന്നും അവനിൽ കടന്നു വരുവാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അഹങ്കാരം ആന്തരികമായി ഉത്ഭവിച്ചു. യെഹെസ്കേൽ അത് പറയുന്നുണ്ട്. നിന്നിൽ അനീതി കണ്ടെത്തി. അതിനർത്ഥം അഹങ്കാരം പുറത്തു നിന്ന് വന്നതല്ല, സ്വർഗത്തിൽ നിന്ന് വന്നതല്ല. പിന്നെ എവിടെ നിന്നാ വന്നത്? തിന്മ ഒന്നുമില്ലാതിരുന്ന സ്വർഗത്തിൽ മറിച്ച് ലൂസിഫറിൽ തന്നെയാണ് ഇത് ഉത്ഭവിച്ചത് എന്ന് അവൻ അഹങ്കാരിയാക്കി മാറ്റിയതെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ച ഈ നിഗളം ആരിൽ നിന്ന് ആരംഭിച്ചു? ലൂസിഫറിൽ നിന്ന് ആരംഭിച്ചു. ഈ കെരൂബിൽ നിന്ന് ആരംഭിച്ചു. ഈ കെരൂബ് ആരാണ്? ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യരെ പോലെ സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ളവനാണ്, വികാരമുള്ളവനാണ്. ഓക്കെ, ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുന്നതല്ല, ഈ വചനം തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം ഇതിൽ കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. 2-ാം അധ്യായം 7-ാം വചനത്തിൽ അവിടെ പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് പറയുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങി പോകുക മാത്രം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അവനെ കർത്താവായി യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഇതൊക്കെ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം സൃഷ്ടിപ്പിനെ മനുഷ്യനെ ന്യായം വിധിക്കുന്നത് പോലെ തന്നെ ദൈവം സൃഷ്ടിപ്പായ തന്റെ ദൂതന്മാരെയും എന്ത് ചെയ്യും? ന്യായം വിധിക്കും എന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളെ മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരെയും ഓർത്തുകൊള്ളുക. ന്യായം വിധിക്കുന്നു എന്നൊരു ഘടകം നിലനിൽക്കെ ദൈവത്തിന്റെ സൃഷ്ടിപ്പാകുന്ന ദൂതന്മാരെയും എന്ത് ചെയ്യും? ന്യായം വിധിക്കും. മനുഷ്യന് സ്വതന്ത്ര ഇച്ഛാശക്തി ഉള്ളതുപോലെ തന്നെ ദൂതന്മാർക്ക് എന്തുണ്ട്? ഹലോ പറഞ്ഞാട്ട്, സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇതിന്റെ നിലനിൽപ്പ് എവിടെയാണ്? ആകാശമണ്ഡലത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവനെ കുറിച്ചുള്ള സൗന്ദര്യത്തിന്റെയും ശ്രേഷ്ഠമേറിയ അംഗീകാരത്തിന്റെയും അനുഭവം വ്യക്തമാക്കുന്നുണ്ട്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കും. അപ്പോൾ പാപത്തിന്റെ ഉത്ഭവം ആത്യന്തികമായി നിഗൂഢമാണ്. അഹങ്കാരം, മത്സരം, ഈ മെക്കാനിക്സ് നമുക്ക് മനസ്സിലാക്കിയ മതിയാകിയുള്ളൂ. എന്നാൽ ഒരു പൂർണ്ണ ജീവിക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? നമുക്ക് പൂർണ്ണമായി അതിനെപ്പറ്റി വിശദീകരിക്കാൻ കഴിയുമോ? അത് മനുഷ്യന്റെ യുക്തിയെ വെല്ലുവിളിക്കുന്നു. തിന്മയുടെ പിന്നിലെ ആത്മീയ രഹസ്യത്തിലേക്കാണ് ഇതെന്ത് ചെയ്യുന്നത്? വിരൽ ചൂണ്ടുന്നത്. അപ്പൊ മനുഷ്യരിലേക്ക് കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ മൂല കാരണം പിശാച് എന്നറിയപ്പെടുന്ന ഈ ലൂസിഫർ ആണെങ്കിൽ, ഈ ലൂസിഫറിനെ എന്തുകൊണ്ട് സ്വന്തം ഹൃദയത്തിനകത്ത് ഇത് ഉത്ഭവിച്ചു? ആ ഉത്ഭവിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമായി പറയുന്നു. അവന് ഒരൊറ്റ ആഗ്രഹം എന്താണ്? ഞാൻ സ്വർഗോന്നതങ്ങളിലേക്ക് കയറും. ഞാൻ എന്ത് ചെയ്യും? സ്വർഗോന്നതങ്ങളിൽ കയറുക മാത്രമല്ല, ദൈവത്തിനേക്കാൾ വലിയവനായി മാറുമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ആര് മാറി? ലൂസിഫർ മാറി. ഇതിന് കാരണമായ തന്നിലുള്ള ഹൃദയത്തിനകത്തു നിന്നും ഈ ഉത്ഭവം അത്ര നിഗളം, അഹങ്കാരം എന്ന ഈ വേദപുസ്തകം നമുക്ക് മധ്യ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് പുറത്തു നിന്ന് കടന്നു വന്ന ഒരു ശക്തിയല്ല, ഇത് അകത്തു നിന്ന് കടന്നു വന്ന ശക്തിയാണ്. എന്ത്? നിഗളമെന്ന, അഹങ്കാരമെന്ന ഈ സിസ്റ്റം. ലൂസിഫറിന്റെ ഉന്നത പദവി അഹങ്കാരത്തിലേക്ക് നയിച്ചു. ലൂസിഫർ പൂർണ്ണതയുടെ മുദ്ര എന്നാണ് യെഹെസ്കേൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരുവൻ പൂർണ്ണനായെങ്കിൽ ആ പൂർണ്ണനായവൻ എപ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് എന്ത് സംഭവിക്കാം? അല്ലോ, അഹങ്കാരം
നിഗളം ഇതൊക്കെ സംഭവിക്കാം. ആമേൻ. തിരുവഴുത്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ദൂതന്മാർ അക്കമിട്ട് പേര് കൊടുത്ത് ദൈവം സംബോധന ചെയ്യുന്നുണ്ട്. അതുപോലെ പിശാചിന്റെ ദൂതന്മാരെയും അക്കമിട്ട് പേര് കൊടുത്ത് സംബോധന ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണ്. ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രധാന നേതാക്കളുടെ പേരുകൾ വ്യക്തമാക്കുമ്പോൾ അതിനെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഓരോ അർത്ഥമുണ്ട്. അപ്പൊ ഈ പിശാചിന്റെ സകല ദൂതന്മാരുടെയും നേതാവായി ലൂസിഫർ എന്ന ഈ കെരൂബ് എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ ദൂതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പദം അംഗീകാരത്തോടെ അഭിമാനത്തോടെ നിലനിർത്തിക്കൊണ്ടിരിക്കെ ലൂസിഫർ പൂർണ്ണതയുടെ മുദ്രയായി മാറി. എന്ന് പറഞ്ഞ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അവന് നിക്ഷിപ്തമായിരിക്കുന്ന അംഗീകാരം വളരെ വലുതാണ്. അവൻ സംഗീതത്തിൽ മികവ് കാണിച്ചു. അവൻ സ്വർഗദൂതന്മാരിൽ വളരെ ശ്രേഷ്ഠനും അഗ്രഗണ്യനുമായ ഒരു ഗരുവായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ ഹൃദയം എന്നത് സ്വതന്ത്ര ഇച്ഛാശക്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമായതുകൊണ്ട് ആ ഹൃദയം അടങ്ങിയിരുന്നില്ല. അവൻ തന്നെ അവന്റെ ഹൃദയത്തിനകത്തു നിന്ന് അറിവോടെ അവൻ വിളിച്ചു പറയുന്നു: ഞാൻ സ്വർഗോന്നതങ്ങളിലേക്ക് കയറും, ദൈവത്തിന് തുല്യമായി മാറുമെന്ന് തന്റെ ഹൃദയത്തിന്റെ അറിവോടുകൂടെ അവൻ പ്രസ്താവിച്ചു. അതത്രേ ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വരുവാനിടയായി. ഇത്രയും നമ്മൾ മനസ്സിലാക്കും. ലൂസിഫർ തിരഞ്ഞെടുക്കുന്നത് വരെ സ്വർഗത്തിൽ തിന്മ നിലനിന്നിരുന്നില്ല. അപ്പം സ്വർഗത്തിൽ തിന്മ നിലനിന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ ആരാ തിരഞ്ഞെടുത്തത്? ലൂസിഫർ. എന്താണ് തിരഞ്ഞെടുത്തത്? അഹങ്കാരം തിരഞ്ഞെടുത്തപ്പോൾ അത് തിന്മയുടെ പര്യായമായി മാറി എന്നുള്ളത് എത്ര വാസ്തവമായ കാര്യമാണ്. സ്വർഗം പൂർണ്ണമായിരുന്നു. അതിനുള്ളിലെ സ്വതന്ത്ര ജീവികൾ എല്ലാവർക്കും ഒന്നൊന്നിന് കഴിവുള്ളവരായിരുന്നു. മിഖായേൽ, ഗബ്രിയേൽ, ലൂസിഫർ, ഒരുപാട് നമ്മൾ പിന്നീട് ചിന്തിക്കും. ഇതൊക്കെ ഒരുമിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ഇവരെല്ലാം സമ്പൂർണമായ കഴിവുള്ളവരാണ്. ഈ സ്വതന്ത്ര ജീവികൾക്ക് തികച്ചും അസാധ്യമായ കഴിവുകളാണ്. ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. പക്ഷെ അവരിലെല്ലാം ശ്രേഷ്ഠമായി വിളങ്ങിയത് ആരായിരുന്നു എന്നറിയാമോ? ലൂസിഫർ എന്ന് പറയുന്ന ഈ കെരൂബായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ് ആര്? ദൈവത്തിന്റെ ദൂതന്മാർ. അതിലൊരു ദൂതനായിരുന്നു ആര്? കെരൂബ് എന്നറിയപ്പെടുന്ന ഈ ലൂസിഫർ. അപ്പൊ ലൂസിഫറിന്റെ ഉള്ളിലെ ഈ നിഗളം എന്ന ഹൃദയത്തിന്റെ കവാടം അത് തിന്മയ്ക്കായി മാറിയെങ്കിൽ ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ഞാൻ പറയുന്നല്ലോ, ഈ ദൈവം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധിയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും അധികാരത്തിന്റെയും മഹത്വത്തിന്റെയും സമ്പൂർണമായ നിറകുടമാണ് ദൈവം. ആ ദൈവത്തെ ഭൂമിയിലാകട്ടെ ദൂതന്മാർക്കാകട്ടെ ആർക്കും കാണാൻ കഴിയത്തില്ല. അത്രമാത്രം ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ പദവിയിലാണ് ദൈവം അലങ്കരിച്ചിരിക്കുന്നത്. അവന് മനുഷ്യ സദൃശനായ ഒരു രൂപം മാത്രമായിട്ടാണ് പ്രവാചക പുസ്തകങ്ങളിൽ യെശയ്യാവും അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യോഹന്നാൻ അപ്പോസ്തലനൊക്കെ കാണുന്നത് കേവലം മനുഷ്യ രൂപത്തിന് സദൃശ്യമായ ഒരു അനുഭവമായിട്ടാണ് കാണുന്നത്. എന്നാൽ തിരുവഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലെ സകല ജീവികൾക്കും സ്വതന്ത്രമായ അനുഭവമുണ്ട്, സ്വതന്ത്രമായ അവസ്ഥയുണ്ട്, സ്വതന്ത്രമായ വികാരമുണ്ട്. അവർ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഭൂമിയിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യരെ പോലെ ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു ആര്? ദൂതന്മാർ. അതുകൊണ്ട് ഭൂമിയിൽ ന്യായവിധി എന്നൊന്നുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ മേൽ മാത്രമല്ല ദൂതന്മാരുടെ മേലുണ്ട് എന്ന് വ്യക്തമാക്കിയാണ്. ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. ലൂസിഫറിന്റെ ആദ്യത്തെ ഭാവം എന്തായിരുന്നു? അഹങ്കാരമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: അഹങ്കാര ഭാവത്തിന്റെ ആരംഭമാണ്. അഹങ്കാരത്തിന്റെ ആരംഭം എന്താണ്? ദൈവത്തെ ഉപേക്ഷിക്കുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത്? ഈ അഹങ്കാരം വെളിപ്പെടുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ലൂസിഫറിന്റെ പാപം എന്ന് പറയുന്നത് ബുദ്ധിപരമായ അഹങ്കാരമാണ്. സ്നേഹത്തിന്റെ അല്ലെങ്കിൽ തന്നിലുള്ള നിഷ്കപടമായ സ്വഭാവത്തിലോ ഉത്ഭവിച്ച ഒരു പാപമായിരുന്നില്ല. മറിച്ച് അധികാരത്തിന്റെയും സ്ഥാനത്തിന്റെയും ഒരു അഹങ്കാരമായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, സ്നേഹത്തിന്റെയോ നിഷ്കളങ്കതയുടെ ഒരു അഹങ്കാരമായിരുന്നില്ല, മറിച്ച് അധികാരത്തിന്റെയും സ്ഥാനത്തിന്റെയും അഹങ്കാരമായിരുന്നു. ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിച്ചു. അപ്പൊ ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ദൈവം ലൂസിഫറിനെ വീഴിക്കാൻ ഒട്ടും താല്പര്യം കാണിച്ച ഒരു വ്യക്തിത്വമല്ല.
കാരണം സ്നേഹം, ആരാധന, അനുസരണ ഇവയെല്ലാം ദൈവത്തിന്റെ ദൂതന്മാർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് അനുസരിക്കാനുമുള്ള അനുവാദം സകല ദൂതന്മാർക്ക് ദൈവം കൊടുത്തു. ദൈവം ലൂസിഫറിനെ ഒരിക്കലും തകർത്ത് കളയാൻ ആഗ്രഹിച്ച ഒരു അവസ്ഥയല്ലായിരുന്നു. എന്നാൽ ഇവിടെ ലൂസിഫറിലുള്ള അഹങ്കാരമാണ് ദൈവത്തിന്റെ സ്ഥാനമാകുന്ന പദവിയിൽ നിന്ന് നിവാസ സ്ഥലത്ത് നിന്ന് എന്നേക്കുമായി ഭൂമിയിലേക്ക് തള്ളിയിടുവാനിടയായി. അതിൽ കുറച്ചു ഭാഗം എവിടെ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? 2ാം സ്വർഗത്തിൽ. ബാക്കിയുള്ളത് എവിടെയാ? ഭൂമിയുടെ ഈ അന്തരീക്ഷത്തിൽ. ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. അതെവിടെയാണെന്നറിയാമോ? ഹേഡീസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അധമ പാതാളത്തിൽ കിടക്കുക. ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. ലൂസിഫറിന്റെ ഹൃദയത്തിൽ അഹങ്കാരം കടന്നു വന്നു. അത് ബലപ്രയോഗത്തിലൂടെയല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ്. തന്റെ സൗന്ദര്യവും പദവിയും അവന്റെ ഹൃദയത്തെ ആരാധനയുടെ അഭിലാഷത്തിലേക്ക് മാറ്റുവാൻ അവൻ തന്നെ അനുവദിച്ചു. പൂർണ്ണനായി സൃഷ്ടിക്കപ്പെട്ടെങ്കിലും സ്വയം ഉയർത്തുന്നതിലൂടെ ആ പൂർണ്ണത എന്ത് ചെയ്തു? ദൂഷിപ്പിക്കാൻ തക്കാണ് അവൻ തെരഞ്ഞെടുത്തു. നമ്മളാരും ജനിച്ചപ്പോൾ നല്ലവരാകണമെന്ന് ഉദ്ദേശിച്ച വന്നത്. പക്ഷെ പലപ്പോഴും ചീത്ത സ്വഭാവം കടന്നു വരാൻ കാരണമെന്താ? നമ്മളിലുള്ള മനുഷ്യത്വം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? നമ്മൾ തന്നെ അനുവദിക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മത്സരം എപ്പോഴും നമുക്ക് തന്നെ ദോഷം ചെയ്യുന്നു. അഹങ്കാരം എപ്പോഴും നമുക്ക് തന്നെ ദോഷം ചെയ്യുന്നു. തിന്മ എപ്പോഴും നമുക്ക് തന്നെ ദോഷം ചെയ്യുന്നു. അതിനെ ഇല്ലാതാക്കുവാനാണ് നാം ഇന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. എല്ലാവരും ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. പ്രധാന ദൂതനായ ലൂസിഫർ, അവനെ നമുക്ക് സാത്താൻ എന്ന് പേര് കൊടുക്കണ്ടേ? അവൻ എന്താണ് ചെയ്തത്? അവൻ ദൈവത്തിനെതിരെ മത്സരിച്ചു. അപ്പൊ സാത്താൻ എന്നറിയപ്പെടുന്ന ലൂസിഫർ അവൻ നേതാവായിട്ട് മാറിയിരിക്കുന്നു. അവനെ പ്രഭാത നക്ഷത്രം എന്നൊക്കെയാണ് യശോപൗനാലിന്റെ 12 വിളിക്കുന്നത്. അത് ദൈവത്തിന് എതിരാളിയാണ്. പിശാച്, ദൂഷകൻ എത്രമാത്രം അധികാരത്തോട് ശക്തിയോട് നിലകൊണ്ടിരുന്നവന് ഇന്നിപ്പം ദൈവം തീരുമാനിച്ചു, നിന്റെ അധികാരവും സ്ഥാനവും ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് വേണ്ട, അതിന് ചെലവഴിക്കുവാൻ ഞാൻ നിന്നെ എന്നേക്കുമായി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പ്രഥമ സ്ഥലത്ത് നിന്നും എന്നേക്കുമായി അവനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കി. ഇനിയിപ്പോ സ്വർഗത്തിലെ 3ാം സ്വർഗത്തിൽ അവന്റെ ഒരു അടവും നടക്കത്തില്ല. അവന്റെ ഒരു പദ്ധതിയും അവിടെ നടക്കത്തില്ല. അവൻ 3ാം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അഹങ്കാരത്തോടെ അവൻ മനസ്സ് വെച്ചപ്പോൾ ദൈവം അവനെ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് വെട്ടിയിട്ടു എന്നുള്ളതാണ്, നിലത്തേക്ക് തള്ളിയിട്ടു എന്നുള്ളതാണ്. ഇവനെ നമ്മുടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിനെ ആത്മാവ്, അതായത് പരീക്ഷകൻ, വഞ്ചകൻ, വ്യാജൻ എന്നൊക്കെ അർത്ഥമാക്കുന്ന ഇവനെ യേശു എവിടേക്ക് കൊണ്ടുപോവുകയാണ്? മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ ഈ പിശാചിനെ കുറിച്ച് പഠിക്കുമ്പോൾ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. 28:14 അവൻ കെരൂബാണ്. അവൻ ഉന്നത പദവിയിലുള്ള ഒരു ദൂതനാണ്. അവന്റെ സൗന്ദര്യ സ്ഥാനമാണ് എന്ത് ചെയ്തത്? അവനെ അഹങ്കാരത്തിലേക്ക് നയിക്കുവാനിടയായത്. അത് അവനെ ദുഷിപ്പിച്ചു. അഹങ്കാരം ദൈവത്തിൽ നിന്നല്ല പ്രിയരെ, ഒരു സ്വതന്ത്ര സ്ത്രീയുടെ ഇഷ്ടത്താൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതുകൊണ്ട് ഇന്നും ദൈവം, ദൂതനായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ, അഹങ്കാരം എന്ന ഒരു അനുഭവം ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിൽ ഓർത്തുകൊള്ളണം, നിശ്ചയമായും ക്ഷണത്തിൽ ദൈവത്തിന്റെ പണിഷ്മെന്റ്, ദൈവത്തിന്റെ ശിക്ഷ ആ വ്യക്തിയുടെ മേൽ വന്നു കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്നും അത് തന്നെയല്ലോ സംഭവിക്കുന്ന ഈ ഭൂമിയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൂതൻ എന്നറിയപ്പെടുന്ന, കെരൂബ് എന്നറിയപ്പെടുന്ന ഈ ലൂസിഫർ അവന്റെ സകല പദ്ധതി പ്ലാനും പൊളിച്ചു കളഞ്ഞുകൊണ്ട് അവനുള്ള സകല റോളുകളും അവനുള്ള സകല ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളുമായിട്ട് ദൈവം ഭൂമിയിലേക്ക് അവനെ തള്ളിയിട്ട് കളഞ്ഞു. ഇനിയിപ്പോ എന്താ അവന് ചെയ്യാനുള്ള ഏക വഴി? സകല മനുഷ്യരിലേക്കും പ്രവേശിക്കുക എന്നുള്ളതാണ്. സകല മനുഷ്യരും എന്നെ തള്ളിയിട്ട, എന്നെ വെറുത്ത, എന്നെ ഉപേക്ഷിച്ച ദൈവത്തെ ഞാൻ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുള്ള സകല മനുഷ്യരും ഒരുമിച്ച് നിന്ന് പിശാചിനോടൊപ്പം നിന്നുകൊണ്ട് ആരെ എതിർക്കണം? ദൈവത്തെ എതിർക്കണം. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുഴുവൻ പഠിച്ചു നോക്കുക. പഴയ നിയമ ഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിച്ചു നോക്കുക. പുതിയ നിയമ ഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിച്ചു നോക്കുക. ഒരിടത്തും ഒരു മനുഷ്യനെ പിശാച് നന്നാക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. പിശാചിന്റെ ഡ്യൂട്ടി എന്താണ്? സകല മനുഷ്യരെയും ദൈവത്തിൽ നിന്നും അകറ്റുക. കാരണം ദൂതനായ കെരൂബായി മാറിയ പിശാച്
ആമേ ലൂസിഫർ എന്ന് പറയുന്ന ഈ ആമേ സൃഷ്ടിപ്പിന്റെ മേൽ ദൈവത്തിന്റെ കോപം വന്നത് കൊണ്ട് ഇവൻ ഒരു പ്ലാൻ ചെയ്ത്, ഇവൻ ഒരു പദ്ധതി എടുത്തു, ഇവൻ ഒരു തീരുമാനമെടുത്തു. എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ച്, എന്നെ തള്ളിക്കളഞ്ഞ, എനിക്ക് വിരോധമായി നിന്ന, എനിക്കെതിരാളിയായി നിന്ന ദൈവത്തോട് ഞാൻ മത്സരിക്കും. അത് ഞാൻ മാത്രമല്ല, എന്റെ സേനകൾ മത്സരിക്കും. അതും മാത്രമല്ല, എന്നോടൊപ്പം ആമേ ഭൂമിയിലുള്ള സകല ആളുകളെ ഞാൻ അണിനിരത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും പിശാച് ജനത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ലോകത്തിലെ രാജ്യങ്ങൾ എവിടെ ആമേ നിൽക്കുന്നു? മനുഷ്യരുടെ സ്വഭാവങ്ങളും അവസ്ഥകളും എവിടെ നിൽക്കുന്നു? ആമേ ദയ അറ്റുപോകുന്ന ഒരു കാലത്തേക്ക് മാറി. നന്മ തപ്പിപ്പിടിച്ചപ്പോലും കണ്ടുകിട്ടാൻ കഴിയുകയില്ല. നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സത്യം ഇല്ലാതെയാകുന്നു. ആമേ ജീവിതത്തിൽ മനുഷ്യൻ പ്രാകൃതനായി മാറുന്നു. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഇത് സംഭവിക്കുന്നതിന്റെ കാരണം ഇതാണ്. പിശാചിന്റെ സകല സൈന്യവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഭൂമിക്ക് മധ്യ വിരാജിക്കുകയാണ്. സകല ജനത്തെയും ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. ഇന്ന് ചൊവ്വ വഴി നിൽക്കുന്ന ഒരുത്തരെയും അവൻ നേരോടെ നിർത്താൻ കഴിയാതെ വണ്ണം പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യം ഇവിടെ വിളംബരം ചെയ്യുക. നമുക്കൊരു നല്ലൊരു ദൈവവൈതലിനെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? നല്ലൊരു പുരോഹിതനെ, നല്ലൊരു പാസ്റ്ററെ, നല്ലൊരു നേതാവിനെ, നല്ലൊരു അഭിഷേകത്തിനെ, നല്ലൊരു വിശ്വാസിയെ നമുക്ക് എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? വളരെ ചുരുക്കം പേരെ മാത്രമേ കാണുന്നുള്ളൂ. കാരണം എന്തെന്നറിയാമോ? അമ്മ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അമ്മ പിശാച് സകലവിധ റോളും എടുത്തുകൊണ്ട് മനുഷ്യരെ വ്യാപരിക്കുന്നു. നമ്മളിൽ ആരെ നോക്കിയാണ് അമ്മ ദൈവത്തെ കാണാൻ കഴിയുക? നമ്മളിൽ ആരുടെ സ്വഭാവമാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മളിൽ ആരുടെ സ്വഭാവമാണ് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുന്നത്? എല്ലാവരും തിന്മയല്ലയോ പ്രവർത്തിക്കുന്നത്? എല്ലാവരും നന്മയ്ക്ക് വിരോധമായിട്ടല്ലയോ കാണിക്കുന്നത്? എല്ലാവരും സ്വതന്ത്ര ഇച്ഛാശക്തിയോടുകൂടെ സ്വന്തം റോളുകളല്ലേ വെളിപ്പെടുത്തുന്നത്? ആ റോളുകളിൽ അഹങ്കാരമില്ലയോ? ആ റോളുകളിൽ ദുഷ്ടതയില്ലയോ? ആ റോളുകളിൽ അധർമ്മം ഇല്ലയോ? ഇതെല്ലാം ആരുടെ സേവനമാണ്? പിശാചിന്റെ സേവനമാണ്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? ഹല്ലേലൂയ. സ്വയമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടോ? സ്വയമേ നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കാനുള്ള അറിവുകൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു ആത്മീയനാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നാൻ ഇടയാകുന്നുണ്ടോ? ദൈവത്തോട് ഞാൻ ഏറ്റവും പ്രിയൻ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലുള്ള ദൈവ സാന്നിധ്യം എവിടെ? നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ദൈവദൂതന്മാരുടെ സാന്നിധ്യം എവിടെ? ദൈവത്തിന്റെ അഭിഷേകം എവിടെ? ദൈവിക ശക്തി എവിടെ? ഈ ചോദ്യം മുന്നേ നിൽക്കുകയാണ്. എന്നാൽ ഈ ദൈവവചന പഠനത്തിലൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരും. ദൈവദൂതന്മാരുടെ അകമ്പടിയും സേവനം ഞാൻ സ്വീകരിക്കും. ദൈവത്തിന്റെ മഹത്വം ഞാൻ കാണും. ഈ വളരെയധികം ഉത്സാഹത്തോടെ ആകാംക്ഷയോടുകൂടെ വേണം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗം ഇതാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ ലജിയനെ കുറിച്ച് പറയുന്നു. ലജിയൻ മത്ലബ് ലഗിയോൻ, ഒരു മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന അനേക ഭൂതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 11-ാം വായിക്കുമ്പോൾ അവിടെ അപ്പോളിയോൺ എന്ന് പറയുന്നു. അബദ്ധോൺ, അതായത് ഭൂതങ്ങളുടെ വെട്ടുക്കിളിയുടെ രാജാവിനെ കാണിക്കുന്നു, സംഹാരകൻ. ദാനിയേൽ 10:13 നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ഗബ്രിയേൽ എന്ന ദൈവദൂതനെ എതിർത്തു നിന്നുകൊണ്ട് പേർഷ്യയിലെ രാജകുമാരന്റെ പ്രവൃത്തി എത്ര വളരെ വലുതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പൈശാചിക ശക്തി ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വ്യാപരിക്കുന്നു. അശുദ്ധാത്മാക്കളുടെ ശക്തി വ്യാപരിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നത്? മനുഷ്യരെ പീഡിപ്പിക്കാൻ തയ്യാറാകുന്നു. മനുഷ്യരെ എന്ത് ചെയ്യുന്നു? തന്റെ തന്നിലേക്ക് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ വഞ്ചിക്കുന്ന ആത്മാക്കൾ നിറപടിയായി ഭൂമിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര വളരെ വലുതാണ്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അവർ തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ തിരിച്ചറിയണം, നുണ പറയുന്ന ആത്മാക്കൾ ശക്തിയോടെ വ്യാപരിക്കുന്നു. അപ്പൊ നമ്മളിൽ ആരാണ് നുണ പറയാത്തത്, കള്ളം പറയാത്തത്, വ്യാജം പ്രവർത്തിക്കാത്ത, തിന്മ പ്രവർത്തിക്കാത്ത, അധർമ്മത്തിന് കൂട്ടുനിൽക്കാത്തത് ആരാണ്? ആരെങ്കിലും ചൊവ്വുള്ള ഒരു മനുഷ്യനെ ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരേണ്ട കാര്യം, പിശാചും അവന്റെ പ്രവൃത്തിയും അവന്റെ സൈന്യവും അവനിലുള്ള സകല ആത്മാക്കളും ഒന്നുപോലെ സകല അനീതിയും കൂട്ടുനിന്നുകൊണ്ട് വിശുദ്ധന്മാരിൽ പോലും പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സത്യം ഇവിടെ തിരിച്ചറിയുക. നമ്മളെ എത്ര സന്തോഷത്തോടെ ആയിരിച്ചാലും, എത്ര സമാധാനത്തോടെ ആയിരുന്നാലും, അല്പ നിമിഷത്തേക്ക് ആ സന്തോഷം സമാധാനം കെടുത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന
ദുഷ്ടാത്മാക്കൾ വളരെ വലുതല്ലയോ? ഇന്നും മനുഷ്യൻ പിശാചിനെയാ പേടിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാമോ? എല്ലാവരും പേടിക്കുന്നത് ദൈവത്തെയല്ല, പിശാചിനെയാണ്. അവൻ എന്നെ കൊല്ലുമോ? അവൻ എന്നെ റോഡിലിട്ട് തകർത്ത് കളയുമോ? അവൻ എന്നെ രോഗമിട്ട് തകർത്ത് കളയുമോ? അവൻ എന്നെ സാമ്പത്തികമായി തകർത്ത് കളയുമോ? പിശാചിനെയാണ് ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ. വാസ്തവമല്ലയോ? നമ്മൾ ആരെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് നമ്മുടെ മനസ്സോടിനോട് തന്നെ ചോദിച്ചു നോക്കുക. പ്രലോഭനത്തിന്റെ ശക്തി വളരെ വലുതല്ലേ? നുണയുടെ ശക്തി വളരെ വലുതല്ലേ? തിന്മയുടെ ശക്തി വളരെ വലുതല്ലേ? അപ്പം പിശാച് എന്ന് പറയുന്ന ഈ ശക്തിയുടെ അധികാരവും പ്രഭാവവും വൈഭവവും എത്ര ശ്രേഷ്ഠമാണ്! ഇവന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതല്ലേ? കത്തതയും രോഗവും പീഡനവും നൽകിക്കൊണ്ടല്ലയോ പിശാച് പ്രവർത്തിക്കുന്നത്? ഇന്നും രാഷ്ട്രങ്ങളെയും സംസ്കാരങ്ങളെയും ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും ഇവൻ വശീകരിക്കുന്നത് എന്തിന്റെ വെളിച്ചത്തിലാണ്? ഇവൻ വശീകരിക്കുന്നവന്റെ വശീകരണ ശക്തികൾ എന്തൊക്കെയാണെന്ന് ഗ്രഹിച്ച് നമുക്ക് ഒരു അല്പ നിമിഷമെങ്കിലും വിശുദ്ധിയോടെ നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ നോട്ടം ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ കേൾക്കുന്ന ശബ്ദം ഒന്ന് ശ്രദ്ധിച്ച്, ഏതെങ്കിലും നിലയിൽ ഒരു പെർഫെക്റ്റ് മനുഷ്യനായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ, വിശുദ്ധിയോട് നിൽക്കണമെങ്കിൽ, സത്യസന്ധതയോട് നിൽക്കണമെങ്കിൽ, നേരോട് നിൽക്കണമെങ്കിൽ, ധാർമ്മികത വെളിപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുക. നമ്മൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം പറയുന്നുണ്ട്, ഓ ഇവൻ ഇച്ചിരി അഹങ്കാരിയാ, അല്ലെങ്കിൽ അവൾ ഇച്ചിരി അഹങ്കാരിയാ, ഓ അവന്റെ സ്വഭാവം നല്ലതല്ല, അവന്റെ പ്രവർത്തികൾ നല്ലതല്ല എന്ന് നമ്മളെ തന്നെ പ്രശംസിച്ചുകൊണ്ടും മറ്റുള്ളവരെയും പ്രശംസിച്ചുകൊണ്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അന്തരാത്മാവിൽ നുരഞ്ഞു പൊങ്ങുന്ന ഈ നുണയുടെ ശക്തി, ദുഷ്ടന്റെ ശക്തി എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഹലോ, ഓക്കെ നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ലോകം നമുക്ക് അനുകൂലമല്ല. നമുക്ക് എന്നും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ സമ്പത്തോ ആരോഗ്യമോ വിദ്യാഭ്യാസമോ സംവിധാനമോ ഒന്നുമല്ല അനുഗ്രഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? ഇന്ന് പലർക്കും അനുഗ്രഹം എന്ന് പറഞ്ഞ് അനേകർ തങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്നും അകറ്റി മറ്റു പലതിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിലൊക്കെ കൂടുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? അനുഗ്രഹം കിട്ടണം. എന്റെ മകൾ രക്ഷപ്പെടുമോ? എന്റെ മകൻ രക്ഷപ്പെടുമോ? എന്റെ കുടുംബം രക്ഷപ്പെടുമോ? അനുഗ്രഹം. നമ്മൾ കാണുന്ന അനുഗ്രഹം ഈ ഭൗതിക അനുഗ്രഹമല്ലയോ? എന്നാൽ ഈ ലോകത്തിലെ അനുഗ്രഹം എന്ന് പറയുന്ന ഭൗതിക അനുഗ്രഹത്തെ നമ്മൾക്ക് വളരെയധികം സ്നേഹം കൂടുന്നുവെങ്കിൽ നാം ദൈവത്തിൽ നിന്നും വളരെയധികം അകന്നു എന്നല്ലേ എന്റെ അർത്ഥം? എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു? ഈ ലോകത്തെ എത്രത്തോളം നാം സ്നേഹിക്കുന്നു എന്നുള്ളത് അർത്ഥമാണ് ഈ ലോകത്തിലെ അനുഗ്രഹത്തിന്റെ പുറകെ പോകുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. സാത്താൻ എന്നറിയപ്പെടുന്ന ലൂസിഫർ, കെരൂബ്, ദൂതൻ, വാസ്തവത്തിൽ ഇവൻ എവിടെയായിരുന്നു? ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലെ പ്രഥമ സ്ഥാനത്ത് നിന്ന് വിരാജിക്കുകയായിരുന്നു. സകല ദൂതന്മാരിലെക്കാട്ടിലും ശ്രേഷ്ഠനായ ഒരു ദൂതനായിരുന്നു ആര്? ലൂസിഫർ. ഹൃദയത്തിനകത്തു നിന്ന് അവൻ സ്വയമേ കണ്ടെത്തിയ ഒരു സിസ്റ്റമാണ് എന്ത്? അഹങ്കാരം. ഈ സിസ്റ്റം പുറത്തു നിന്ന് വന്നതല്ല, അകത്തു നിന്ന് വന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വർഗത്തിൽ ദൈവം ഒടുക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. അകത്ത് നിന്ന് ആരംഭിക്കുന്ന ആന്തരിക ധ്വനിയാണ്. ഹൃദയം സംസാരിക്കുന്നു, ഹൃദയം ശബ്ദിക്കുന്നു എന്ന് പറയുന്ന ആ തന്ത്രമാണ്, അല്ലെങ്കിൽ ആ മാസ്മര അനുഭവമാണ് ഇവിടെ ലൂസിഫറിന്റെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെടുന്നത്. കേവലം വാമൊഴിയായി മുഴങ്ങുന്ന ശബ്ദം മാത്രമല്ല ശബ്ദം. ഹൃദയം സംസാരിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഹൃദയത്തിന് ഒരു ഭാഷയുണ്ട്, ഹൃദയത്തിനകത്തൊരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് വിളിച്ചു പറഞ്ഞ് എന്താണ്? ഞാൻ സ്വർഗോന്നതങ്ങളിൽ കയറും, ഞാൻ ദൈവത്തിന് സമനായി മാറും. അപ്പൊ ഹൃദയം സംസാരിച്ചത് സ്വന്തം ഹൃദയത്തിൽ നിന്നാണ്. അത് ലൂസിഫർ അറിവോടുകൂടിയാണ് സംസാരിച്ചെന്ന് തിരുവെടുത്ത് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി, ദൈവത്തിന്റെ കോപം ഏറ്റുവാങ്ങിയ ലൂസിഫറും അവന്റെ സേനകളും സ്വർഗോന്നതങ്ങളിൽ നിൽക്കാൻ കഴിയാതെ വണ്ണം ദൈവം ഭൂമിയിലേക്ക് തള്ളിയിട്ടപ്പോൾ അതിന്റെ ദൂത സൈന്യങ്ങൾ ചിന്ന ഭിന്നമായിട്ട് പല തലങ്ങളിലേക്ക് പോയി. ഒന്ന് രണ്ടാം സ്വർഗത്തിൽ കുറച്ചു പേർ പാർക്കുന്നു, മറ്റൊന്ന് ഭൂമി അന്തരീക്ഷത്തിൽ പാർക്കുന്നു, മറ്റൊന്ന് ഹേഡീസിലും പാർക്കുന്നു എന്നുള്ള സത്യം നാം തിരിച്ചറിഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഈ കോസ്മിക് സംഘർഷം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ എഫേസ്യ ലേഖനത്തിൽ 6:12 തന്നെ പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ
മാംസരക്തങ്ങളോടല്ല, നമ്മുടെ കുടുംബക്കാരോടോ ബന്ധുമിത്രാദികളോ സ്നേഹിതരോടോ സഹപാഠികളോടോ സുഹൃത്തുക്കളോടോ ഒന്നുമല്ല നമ്മുടെ യുദ്ധം. നമ്മുടെ വഴക്ക് യുദ്ധം എന്ന് പറയുന്നത് അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ശക്തിയോടാണ്, വാഴ്ചകളോടാണ്, ദുത്താത്മ സേനകളോടാണ്, സ്വർലോകങ്ങളിൽ വസിക്കുന്ന ദുത്താത്മ സേനകളോടാണ്. അവർ രണ്ട് രാജ്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു. ഒന്ന് പ്രകാശത്തിന്റെ രാജ്യം, അത് ദൈവത്തിന്റെ രാജ്യം. രണ്ട് ഇരുട്ടിന്റെ രാജ്യം, അത് സാത്താന്റെ രാജ്യം. ഈ രണ്ട് രാജ്യത്തിന്റെ നടുവിൽ രാജ്യത്തിന്റെ നടുവിലുള്ള രണ്ട് സേനകൾ, അതിന്റെ നടുവിലാണ് മനുഷ്യർ പാർക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യരെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമോ? സ്വർഗ മഹോന്നതങ്ങളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി ഒന്ന് ശ്രദ്ധിച്ചേ. ആത്യന്തികമായി സാത്താനെയും അവന്റെ ദൂതന്മാരെയും ജയിച്ചു എന്ന ഒരു വ്യക്തമായ ചിത്രമല്ലയോ യേശു നമുക്ക് കാണിച്ചു തന്നത്? അതുകൊണ്ട് നമുക്കും സാത്താനെയും അവന്റെ ദൂതന്മാരെയും ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സന്ദേശമല്ലയോ ഇവിടെ നൽകുന്നത്? എന്നിട്ട് ഇന്നും നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മനുഷ്യരാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ പാപിയാണ്, ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന് നമ്മുടെ അന്തരാത്മാവിനോട് വാദിക്കുന്ന ശക്തി ഏതാണ്? ഇന്നും നമുക്കൊരു ഉറപ്പുണ്ടോ കർത്താവ് നമ്മളെ വിളിച്ച സ്വർഗത്തിൽ പോകുമെന്ന്? ഇന്നും നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടതയും അവന്റെ പ്രവണതയും അവന്റെ ശക്തിയും തീവ്രതയോടെ തിരിച്ചറിയുവാൻ എത്ര പേർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ ചോദ്യം ഇവിടെ മുന്നേ നമുക്ക് മധ്യ ഉന്നയിക്കുന്നത്. യേശു കാണിച്ചു തന്നു. കൊലോസ്യ ലേഖനം 2:15 വായിക്കുമ്പോൾ അറിയാം, യേശു ക്രൂശിൽ എന്ത് ചെയ്തു? സാത്താനെയും അവന്റെ ദൂതന്മാരെയും എന്ത് ചെയ്തു? എന്നേക്കുമായി തോൽപ്പിച്ചു, ജയമെടുത്തു എന്ന് പറഞ്ഞാൽ യേശുവിനെതിരെയുള്ള യുദ്ധത്തിൽ അവൻ ജയിച്ചു എന്നുള്ളതാണ്. അല്ലാതെ അവൻ ലോകത്തിലുള്ള സാത്താനെ തോൽപ്പിച്ചു എന്നുള്ളതല്ല, ലോകത്തിലുള്ള ദൂതന്മാരെ തോൽപ്പിച്ചു എന്നുള്ളതല്ല. യേശുവിനെതിരായി നിന്ന സാത്താനെയും അവന്റെ ദൂതന്മാരെയും തോൽപ്പിച്ച് ജയമെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും തിരിച്ചറിയണം, നമുക്ക് ഓരോരുത്തരുടെ മധ്യത്തിൽ സാത്താനുണ്ട്, നമുക്ക് ഓരോരുത്തരുടെ മധ്യത്തിൽ സാത്താന്റെ ദൂതന്മാരുണ്ട്. അതിനെ ജയിക്കാൻ നാം ഒറ്റയ്ക്കിറങ്ങണം, ഒറ്റയ്ക്ക് ജയിച്ചു വരണം. എങ്ങനെ ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ കഴിയും പറഞ്ഞാട്ട്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ജയിപ്പാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ജയിപ്പാൻ കഴിയും. യേശുക്രിസ്തുവിനുള്ള ഹൃദയം തുറന്നുള്ള വിശ്വാസത്താൽ ജയിപ്പാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധിയിലും നിർമ്മലതയിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് ജയിപ്പാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10:19 പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ പോലുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അപ്പൊ ഒരു അഭിഷിക്തന്റെ മേൽ, ഒരു ദൈവ വൈദ്യന്റെ മേൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ സകലവിധ സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന്റെ ശക്തിയും അധികാരവും സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ കടന്നു ചെല്ലുന്നിടത്തെല്ലാം അന്ധകാരത്തിന്റെ ശക്തി വഴിമാറും. ഇരുട്ടിന്റെയും തിന്മയുടെയും സാന്നിധ്യം നീങ്ങിപ്പോകും. നന്മ കടന്നു വരും, ശാന്തി ഉണ്ടാകും, വെളിച്ചത്തിലേക്ക് വരും. നമുക്ക് ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കാൻ തോന്നുകയില്ല. കാരണം നാം യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, അവന്റെ സാന്നിധ്യത്തിൽ നിരന്തരം ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മുടെ സങ്കേതവും ബലവും സഹായിയുമായി കൂടെ ഉള്ളത് കൊണ്ട്, അവൻ നമ്മുടെ വെളിച്ചവും രക്ഷകനുമായി കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും പിശാചിനെയും അവന്റെ ദൂതന്മാരെ, അവന്റെ പ്രവണതകളെയും അവന്റെ ശക്തിയെ, അവന്റെ അധികാരത്തെ നമുക്ക് ജയിക്കാൻ കഴിയും. നമുക്ക് ജയിക്കാൻ കഴിയുമോ? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹലോ, നമുക്ക് ജയിക്കാൻ കഴിയുമോ പിശാചിനോടും അവന്റെ ദൂതന്മാരോടും? ഹല്ലേലൂയ! എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മളുള്ള മദ്യപാനത്തിന്മേൽ ജയമെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളുള്ള നുണപറച്ചിലിന്മേൽ ജയമെടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളുള്ള പൊങ്കച്ചവും വ്യാജ വർത്തമാനത്തിനുമെതിരെ ജയമെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളിലുള്ള അധർമ്മത്തിന്റെ ശക്തിയിൽ ജയമെടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളിലുള്ള ചെറുതും വലുതുമായ വിഗ്രഹങ്ങളെ അവൻ നീക്കം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? ആ സ്നേഹത്തിൽ നിന്ന് ജയമെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെയെല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചും അവന്റെ സൈന്യത്തിന്റെയും തന്ത്രമാണെന്നുള്ളത് നാം മറന്നു പോകരുത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹലോ, ഈശോയുടെ കരങ്ങൾ ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ജയിക്കണം, നാം ജയിച്ചിരിക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, നമുക്ക് ജയിക്കണം, നാം ജയിച്ചിരിക്കും. ആരോട്? പിശാചിനോട്, അവന്റെ ദൂതന്മാരോട് നാം ജയിച്ചിരിക്കും. അവന്റെ പ്രവൃത്തി എത്ര തന്നെ വലുതായാലും നാം ജയിച്ചിരിക്കും. ഞാൻ ഇനി മുതൽ നുണ പറയത്തില്ലെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ ഇനി മുതൽ അഹങ്കാരിയാകാൻ എന്റെ ഹൃദയത്തെ ഞാൻ അനുവദിക്കത്തില്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇനി ഞാൻ മദ്യപിക്കത്തില്ലെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇനി ഞാൻ ദുഷ്ടന്മാരുടെ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുക്കുകയില്ലെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും?
എത്ര പേർക്ക് പറയാൻ കഴിയും അഹങ്കാരികളുടെ ഇടയിൽ ഞാൻ ജീവിക്കാൻ തയ്യാറാകത്തില്ലെന്ന്? എന്ന് പറഞ്ഞാൽ അഹങ്കാരിയുടെ സ്വഭാവത്തിൽ ഞാൻ ചേരാൻ തയ്യാറാകത്തില്ലെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഞാൻ ഇരിക്കില്ലെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇവിടെയെല്ലാം നമുക്ക് ജയം ആവശ്യമാണ്. എങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയും? യേശു പറയുന്നു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ആവർത്തിച്ച് യേശു പറയുന്നു. മരണത്തെയും പാതാളത്തെയും ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു യേശു പറയുന്നു. സാത്താനെയും അവന്റെ ദൂതന്മാരെ ഞാൻ ജയിച്ചിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തക ഗ്രന്ഥത്തിൽ പൗലോസ് പറയുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേരുവാൻ പൗലോസിന് കഴിഞ്ഞു. ഹലോ, നമുക്ക് യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ജയമെടുക്കണ്ടയോ? പിശാചിനെയും അവന്റെ ശക്തിയും ജയമെടുക്കേണ്ടതല്ലയോ? ഇന്നലെ നാളെ മരണം നമ്മളെ സ്വീകരിക്കാൻ വരുമ്പോൾ ആ മരണത്തോട് പറയണം, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഞാനിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? വിശുദ്ധ കാര്യങ്ങൾ കൊടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന 4:7 പിശാചിനോട് ചെറുത്തു നിൽക്കുവേൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവേൻ. ഗലാത്യ ലേഖനം 5:16 പറയുന്നത് ആത്മാവിൽ നടക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കാര്യങ്ങൾക്ക് ഒരുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. എന്റെ സമയം തീരാറായി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, സാത്താന്റെ ആന്തരിക തിരിവെന്ന് പറയുന്ന എന്താണെന്ന് അറിയാമോ? തന്റെ ആന്തരിക തിരിവ് എന്താണ്? ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. അവിടെ തുടങ്ങി യുദ്ധം. ആരോടുള്ള യുദ്ധം? പിശാച് ദൈവത്തോടുള്ള യുദ്ധം. കാരണം എന്താണ്? പിശാചിന് അതിന്റെ പരിണത ഫലം കിട്ടി. എന്താണ് പരിണത ഫലം? ദൈവത്തിന്റെ നിവാസ സ്ഥലത്ത് നിന്ന്, ദൈവത്തിന്റെ സ്വർഗ സിംഹാസനത്തിൽ നിന്ന് താഴേക്കിടുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവസ്ഥലിൽ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലേ, നമുക്ക് ചുറ്റും ആരുടെ സാന്നിധ്യമുണ്ട്? പിശാചിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഭക്തന്മാർ വിളിച്ചു പറയുന്നത്, ദൈവമേ നീ എനിക്ക് മുമ്പടെയായി പിമ്പടെയായി കൂടെ ഇരിക്കണമേ. നീ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി എന്റെ കൂടെ ഇരിക്കണമേ. കർത്താവേ, ഇരുട്ടിന്റെ ശക്തിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. തിന്മയുടെ സ്വഭാവത്തിൽ നിന്നെ വിടുവിക്കണമേ. ഇരുട്ടിന്റെ പ്രഭാവത്തിൽ നിന്നെ രക്ഷിക്കണമേ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയും? നാളെ ഒരു ദിവസം ഉണരുമ്പോൾ ശാന്തിയോടെ ഉണരണം, സമാധാനത്തോടെ ഉണരണം, ദൈവത്താലുള്ള സൗഖ്യത്തോടെ ഉണരണം, ആരോഗ്യത്തോടെ ഉണരണം. സകല ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്തൊരു അനുഭവത്തിലേക്ക് മാറണം. സകല ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടണം. ദൈവത്താലുള്ള സൗഖ്യം ഇന്നും ഉണ്ടോ എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്നും ദൈവത്തിന്റെ സൗഖ്യമുണ്ട്. ഇന്നും ദൈവം ക്യാൻസറുകളെ സൗഖ്യമാക്കുന്നു. ഇന്നും ദൈവം എയ്ഡ്സിനെ സൗഖ്യമാക്കുന്നു. ഇന്നും കിഡ്നി രോഗത്തെ സൗഖ്യമാക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് നാം തിരിച്ചറിയണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവത്തിനെ രക്ഷിച്ചേ മതിയാകുകയുള്ളൂ. വിശുദ്ധകരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്ക് ഇന്ന് രാത്രി അങ്ങയുടെ സഹായം ആവശ്യമാണ്. ഞാൻ ഇതുവരെ ചെയ്തു പോയ തിന്മയിൽ നിന്നെ വിടുവിക്കണമേ. പാപ സ്വഭാവത്തിൽ നിന്നെ വിടുവിക്കണമേ. അധർമ്മ ശക്തിയിൽ നിന്നെ വിടുവിക്കണമേ. പിശാചിന്റെ സകല ചിന്തകളിൽ നിന്നും നിരൂപണങ്ങളിൽ നിന്നും അഹങ്കാര മനോഭാവത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ദൈവത്തിന്റെ പൈതലായി മകനായി മകളാക്കി തീർക്കണമേ. ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുവാൻ അവിടുന്ന് കടന്നു വരണമേ. ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മഹായുദ്ധവീരനായി ആര് കൂടെ വരും? പറഞ്ഞേ, ദൈവം വരും. എത്ര പേർക്ക് പറയാൻ കഴിയും? മഹായുദ്ധവീരനായി ആര് വരും? ദൈവം വരും. വരുമോ? ഹലോ, ദൈവം വരുമോ? വരും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ പ്രകൃതി ദൈവം അറിയുന്നു, നമ്മുടെ അവസ്ഥ അറിയുന്നു. നമ്മൾ ദൈവത്തോടൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ്. കർത്താവെ, വിദ്യാഭ്യാസം എന്നുള്ള എന്റെ അഹങ്കാരത്തെ എടുത്തു മാറ്റണം. സൗന്ദര്യം എന്നുള്ള എന്റെ അഹങ്കാരത്തെ എടുത്തു മാറ്റണം. സമ്പത്ത് എന്നുള്ള എന്റെ അഹങ്കാരം എടുത്തു മാറ്റണം. മക്കളുണ്ട് എന്നുള്ള എന്റെ അഹങ്കാരം എടുത്തു മാറ്റണം. എനിക്ക് വലിയ പ്രതാപമുണ്ട്, വീടുണ്ട്, കാറുണ്ടെന്നുള്ള എന്റെ അഹങ്കാരത്തെ എടുത്തു മാറ്റണം. എനിക്ക് രാഷ്ട്രീയ അധികാര സ്വാധീനമുണ്ട് എന്ന് പറയുന്ന എന്റെ അഹങ്കാരം എടുത്തു മാറ്റണം. ഈ ലോകത്തിലെ പ്രതാപവും വൈഭവം എന്നുള്ള എന്റെ അഹങ്കാരത്തെ എടുത്തു മാറ്റണം. എനിക്ക് ഒരു ജീറോ അവസ്ഥയിലേക്ക് മാറ്റണം. ഞാൻ വെറും മണ്ണാണ്, മിട്ടിയാണെന്നുള്ള ചിന്തയിലേക്ക് എന്നെ മാറ്റണം. ഞാൻ ഒന്നുമില്ല, ഏതുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എന്നെ മാറ്റണം. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ ജീവിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ദൈവത്തിന്റെ സഹായത്താൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തിൽപ്പാനുള്ള കൃപ തരണമേ. പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിന്മേൽ ജയമെടുക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിച്ചാണ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആസ്വദിപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും നാം പ്രാർത്ഥിച്ച സകല വിശുദ്ധമേൽ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.